അവിടെ ഇരിയടോ. മോഹിനിയാട്ടത്തിന്റെ വിശേഷങ്ങളുമായി മലയാളത്തിന്റെ സ്വന്തം നമ്മുടെ സ്വന്തം ദിവ്യ നായരാണ്. ഹായ് ചേച്ചി, വെൽക്കം ടു. എന്തെങ്കിലും ഹെൽപ്പ് വേണോ അങ്കിൾ? ചേച്ചിക്ക് ഒരു ദിവസത്തേക്ക് ലൈഫ് സ്വാപ്പ് ചെയ്യാൻ വേറൊരാളാവാൻ പറ്റുക, മലയാള സിനിമയിലുള്ള ഏത് ആക്ട്രസിനെ ആയിരിക്കും അയാളായാൽ കൊള്ളാൻ തോന്നുന്നത്? റാവണം തോന്നിയിട്ടില്ല, പക്ഷെ എനിക്ക് ഷാറുഖ് ഖാനെ തൊട്ടടുത്ത് കാണണമെന്ന് ഭയങ്കര ആഗ്രഹം. ചേച്ചിക്ക് സിനിമയിൽ എന്തെങ്കിലും ഇതുപോലെ മോശം അനുഭവം ഉണ്ടായിട്ടോ? ഇപ്പൊ റീസെന്റ് ഒരു ഇൻസിഡന്റ് ഇപ്പൊ നടന്നു, അതുപോലെ ഒരു ഇൻസിഡന്റ് ആണുങ്ങളിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്? ബുദ്ധിമുട്ടുണ്ടാവുന്ന എന്ത് സന്ദർഭം, അതിപ്പം നമ്മളെ മോശമായി അബ്യൂസ് ചെയ്യുന്ന വാക്കുകളാണെങ്കിൽ പോലും, അല്ലെങ്കിൽ ഞാൻ കംഫർട്ടബിൾ അല്ലെങ്കിൽ റിയാക്ട് ചെയ്യും, അത്രേ ഉള്ളൂ. അതിപ്പോൾ ഒരു സ്ഥലത്ത് എവിടെ ചെന്നാലും, ഇതിപ്പം ലൊക്കേഷൻ എന്നല്ല കേട്ടോ ഞാൻ പറയണത്, ഇപ്പോൾ ഏത് സ്ഥലത്ത് ഒരു പബ്ലിക് പ്ലേസിൽ പോയാലും ഞാൻ കംഫർട്ടബിൾ അല്ല, ഒരു നോട്ടം കൊണ്ടോ ഒരു സ്പർശനം കൊണ്ടോ ഒരു വാക്ക് കൊണ്ടോ ഞാൻ കംഫർട്ടബിൾ അല്ലെങ്കിൽ ഞാൻ റിയാക്ട് ചെയ്യും. ഞാനൊരു പൈസയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ട് എൻ്റെ കുട്ടികൾക്ക് തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട ഒരു അവസ്ഥ വരുവാണെങ്കിൽ പിന്നെ ആ പൈസ കൊണ്ട് എന്താണ് പ്രയോജനം? ഇതേ നിങ്ങളുടെ അമ്മ ഇങ്ങനെയല്ലേ എന്ന് പറഞ്ഞിട്ടൊരു സാധനം എൻ്റെ കയ്യിൽ നിന്ന് വരരുതെന്ന് എനിക്ക് 100% നിർബന്ധമുണ്ട്. ഒരു ചേച്ചിയുടെ ഒരു ഇന്റർവ്യൂ അല്ലെങ്കിൽ ഒരു സിനിമ ഡിലീറ്റ് ചെയ്ത് കളയണം, അത് എൻറ്റയർ യൂണിവേഴ്സിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളയണം. സിനിമ, അങ്ങനത്തെ സിനിമയുണ്ട്, പക്ഷെ ഞാൻ പറയുന്നില്ല പേര്. അങ്ങനെ ഒരു സിനിമയുണ്ട്. ഞാൻ അറിയാതെ എന്നോട് പറഞ്ഞ രീതിയിലല്ല അവർ ഷൂട്ട് ചെയ്തത്. സ്ക്രിപ്റ്റ് പറഞ്ഞ പോലെ അല്ല, ഷൂട്ട് ചെയ്ത ആംഗിളിന്റെ പ്രശ്നമുണ്ട്. അതായത് ഞാൻ അഭിനയിക്കാൻ വന്നപ്പോൾ പറഞ്ഞ ക്യാരക്ടറൊക്കെ അത് തന്നെയാണ്, പക്ഷെ അവര് ഷൂട്ട് ചെയ്ത നമ്മൾ വെക്കുന്ന ക്യാമറ വെക്കുന്ന പൊസിഷൻ ഉണ്ടല്ലോ, അത് ഭയങ്കര മോശമായിട്ട് ഞാൻ അറിഞ്ഞില്ല. അത് യൂട്യൂബിൽ കണ്ടപ്പോഴാണ് ഞാനത് അറിയുന്നത്. ഇങ്ങനെയാണ് അവര്. ഹായ് ഓൾ, വെൽക്കം ടു സിനിമ കമ്പനി. ദിസ് ഈസ് ഗണേഷ് സത്യകുമാർ. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഭരതനാട്യം 2 മോഹിനിയാട്ടത്തിന്റെ വിശേഷങ്ങളുമായി മലയാളത്തിന്റെ സ്വന്തം നമ്മുടെ സ്വന്തം ദിവ്യ നായരാണ്. ഹായ് ചേച്ചി, വെൽക്കം ടു. താങ്ക് യു. പ്രൊമോഷൻ ഒക്കെ ഭയങ്കര ശക്തമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതെ, ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം ഭരതനാട്യം നമ്മുടെ തിയേറ്ററിൽ അത്ര ഹിറ്റ് ആയില്ലല്ലോ, പക്ഷെ OTT നല്ല ഹിറ്റ് ആയിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പൊ സെക്കൻഡ് പാർട്ട് വന്നപ്പം ആളുകൾക്ക് ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്, എന്താണ് ഇനി ഈ ഫാമിലി ചെയ്യാൻ പോകുന്നത് എന്ന്. പരിപാടി ഇത്തിരി ഡിഫറെന്റ് ആണ്, ഒരു എന്താ പറയാ, വേറൊരു ജോണർ പരിപാടിയാണ്. ഡെഫിനറ്റ്ലി ഉണ്ട്. പിന്നെ ആർട്ടിസ്റ്റുകൾ കുറച്ചുകൂടെ ആഡ് ആയി. ഇപ്പൊ സുരാജേട്ടൻ ആ ഒരു ഗെറ്റപ്പിലാണ്. അല്ല, സുരാജേട്ടന്റെ ക്യാരക്ടർ നമുക്ക് എല്ലാവരുടെയും ക്യാരക്ടർ റിവീൽ ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്, കാരണം അതിന്റെ ഒരു സീക്രസി ഒരു പ്രശ്നമുണ്ടല്ലോ. പക്ഷെ രസമുള്ള ക്യാരക്ടറാ സുരാജേട്ടന്റെ. വിനയ് ഉണ്ട്, പിന്നെ ജഗദീഷ് ചേട്ടനുണ്ട്, പിന്നെ ഇതിനൊക്കെ ഉപരിയായിട്ട് ഇപ്പോഴത്തെ യൂത്തിന്റെ ബേബി ജീനുണ്ട്. അതെ, ബേബി ആക്ച്വലി ഞങ്ങളുടെ ഓപ്പോസിറ്റ് വീട്ടിലാളാ. അപ്പം നമ്മൾ അവിടെ വന്ന് താമസിക്കുന്നതാ. എന്താ പറയാ, ശ്രീജയുടെ ക്യാരക്ടറിന് നമ്മളൊരു വീട് എടുത്തു കൊടുത്തിട്ട്, അപ്പൊ ഞങ്ങളുടെ നേരെ ഓപ്പോസിറ്റാ ബേബി. അപ്പൊ ഡെഫിനറ്റ്ലി ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാൾക്ക് നമ്മുടെ ഫാമിലിയുമായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടാവുമല്ലോ. പിന്നെ സുഭാഷ് എന്നാണ് ബേബിയുടെ പേര്, ക്യാരക്ടറിന്റെ പേര്. ഇപ്പം നമുക്ക് മറ്റേതിലും സുഭാഷ് ഉണ്ടായിരുന്നു, അഭിരാം ചെയ്തിരുന്ന ക്യാരക്ടർ സുഭാഷ. ഈ പേരും ഇങ്ങനെ ഒരു നെയ്ബറും എന്നൊക്കെ പറയുമ്പോ ഒന്ന് ഊഹിച്ചോ. മനസ്സിലായി. നിങ്ങൾക്ക് ഏറ്റവും പണി തരാൻ ചാൻസ് ഉള്ള ഒരു ക്യാരക്ടറായിട്ടാണ് നിൽക്കുന്നതെന്നാണ് തോന്നുന്നത്. അങ്ങനെ പറയാൻ പറ്റില്ല. പിന്നെ ഞാൻ പറഞ്ഞ സൈജു എന്റെ തലക്കടിയും. കൃഷ്ണദാസും സൈജു ഒക്കെ കൂടെ എന്റെ അടുത്ത് പറയും, എന്തിനാ ഇതൊക്കെ വിളിച്ചു പറഞ്ഞു. ഈ കുറെ സിനിമ അങ്ങനെ ട്രെയിലർ പ്രൊമോഷൻസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ, അത് വളരെ വിരളമായിട്ടാണ് എന്റെ ക്രൂ ഭയങ്കര കോൺഫിഡന്റ് ആയിട്ട് വന്നിരുന്നു പറയുന്നത് ഈ സിനിമ സക്സസ് ആവും. ആണല്ലേ? ഇത്രയും കോൺഫിഡൻസും ഞാൻ സീരിയസ്ലി ചോദിക്കാം, മറ്റുള്ളവരിൽ നിന്ന് അങ്ങനെ കാണാറില്ലേ? അല്ല, നമ്മൾ വിസിബിളി ഒരു ക്രൂ കംപ്ലീറ്റ് പടം ഭയങ്കരമായിട്ട് വരുന്നു, വർക്ക് ആവും പറയുന്നത് വളരെ റെയർ ആയിട്ടേ കാണാറുള്ളൂ. ഇപ്പൊ റീസെന്റ് അങ്ങനെ വന്ന സിനിമ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആടിന്റെ പ്രൊമോഷൻ, അങ്ങനെ അവർ ഭയങ്കര കോൺഫിഡന്റ് ആയിരുന്നു. ഈ സിനിമ എന്ന് പറയുന്നത് സെയിം അതേ ഭാഗത്താണ്, കാരണം അത് തിയേറ്ററിൽ വർക്കായില്ല, OTT വന്നപ്പോൾ വർക്കായി, സെക്കൻഡ് പാർട്ട് വരുന്നു. ആടും ആ സെയിം ഫോർമാറ്റ് തന്നെയാണല്ലോ വന്നിരിക്കുന്നത്. മാത്രമല്ല ആട് മെൻഷൻ ചെയ്തുകൊണ്ട് മിഥുൻ മാനുവൽ ആണ് ഈ നമ്മുടെ സിനിമയ്ക്ക് മോഹിനിയാട്ടം എന്നൊരു പേര് സജസ്റ്റ് ചെയ്തതും. മിഥുന്റെ ഒരു ചെറിയൊരു കൈയുണ്ട് ഇതില്, ലൈക്ക് ഇങ്ങനെ പേര് സജസ്റ്റ് ചെയ്യാനും. മിഥുനോടാണ് എനിക്ക് തോന്നുന്നു ഇവര് രണ്ടുപേരും സ്ക്രിപ്റ്റ് ആദ്യം ഡിസ്കസ് ചെയ്തതും ഒക്കെ മിഥുനോടാണ്. അപ്പൊ മിഥുന്റെ ഒരു സപ്പോർട്ടുണ്ട് സിനിമ ത്രൂ ഔട്ട്. അല്ല, ഞാൻ പറഞ്ഞ ഡെഫിനറ്റ്ലി ആ സ്ക്രിപ്റ്റിലും ഇതിന്റെ സപ്പോർട്ടുണ്ട്. ഇതിനകത്തൊരു മെയിൻ ക്യാരക്ടർ മോഹിനിയാണ് അല്ലേ?
എന്ന് പറഞ്ഞു ആരെങ്കിലും? അല്ല, ഞാൻ ഇങ്ങനെ കണ്ട മോഹിനിയുടെ ആട്ടമായിരിക്കുമല്ലോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. ആദ്യത്തേത് ഭരതൻ നായരുടെ ആട്ടമായിരുന്നു, ആ, അതാണ് ഭരതനാട്യം. അതെ. ഇത് ഭരതനാട്യം എന്ന് പറഞ്ഞ ടൈറ്റിൽ കേട്ടപ്പോഴേ ആ, ഇപ്പൊ ഞാനും അത് ആദ്യമേ സോഷ്യൽ മീഡിയ വഴിയാണ് ഞാൻ അറിയുന്നത്. അപ്പൊ സൈജു എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു ആള്, ബേസിക്കലി ഒരു പേഴ്സൺ, ആസ് എ പേഴ്സൺ ഓക്കെ സൈജുവിനെ ഓക്കെ. ആ, എനിക്ക് വളരെ ഇഷ്ടമാണ്. പിന്നെ നല്ലൊരു നടനുമാണ്. ഉം, അപ്പം സൈജു ഇങ്ങനൊരു പ്രൊഡക്ഷൻ തുടങ്ങുന്നു, ഓക്കെ. ഭരതനാട്യം ആ, സൈജു കുറുപ്പ് പ്രൊഡക്ഷൻ എന്ന് അതെ. ആ, കണ്ടപ്പോ ഞാൻ ഓർത്തു സൈജുവിന് നമ്മളെയൊക്കെ ഒന്ന് വിളിച്ചൂടെ. ഓ, ഏ ഞാനിങ്ങനെ സൈജുവായിട്ട് എനിക്ക് പേഴ്സണലി കണക്ഷൻ ഒന്നുമില്ല, ഞങ്ങൾ 1-2 സിനിമകൾ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഒന്നിച്ചെന്നല്ലാതെ. ആ, അങ്ങനെ ഒരു വലിയ സൈജു ഒന്ന് വിളിക്കാനുള്ളൊരു കണക്ഷൻ ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ അങ്ങനെ വിചാരിച്ചു. പക്ഷെ അതെനിക്ക് കോളൊന്നും വന്നില്ല ആദ്യം. ഉം, അപ്പൊ ഭരതനാട്യം എന്നുള്ള പേര് കണ്ടപ്പം ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ വിചാരിച്ചു ഇത് ഭരതനാട്യം, മറ്റേ ആർട്ട് ഫോം ഉണ്ടല്ലോ, ഡാൻസ്, ഓക്കെ ഓക്കെ. അതുമായി കണക്ഷൻ ഉള്ളതാണ്. ഡാൻസുമായിട്ട് റിലേറ്റഡ് ആയ ആ എന്തെങ്കിലും എന്ന് സിനിമയാണെന്ന് വിചാരിച്ചു. ഓക്കെ. ആ, ഒത്തിരി പേര് സൈജുവിനെ വിളിച്ചിരുന്നു. ആ, സൈജു എനിക്ക് സൈജു പറഞ്ഞായിരുന്നു, സൈജുവിന്റെ വൈഫിനും സൈജുവിനും അനുപമയ്ക്കും ഒക്കെ ഒരുപാട് മെസ്സേജസ് വന്നു, എന്റെ മോള് ഡാൻസ് കളിക്കും നന്നായിട്ട്, ഓക്കെ ഓക്കെ. ആ, എന്റെ ഇന്നാള് ഭരതനാട്യം കളിക്കും. അപ്പം എല്ലാവരുടെയും വിചാരം അതായിരുന്നു. ആ, പക്ഷെ സിനിമ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായത് ഭരതന്റെ നാട്യമാണ് ഓക്കെ. ഭരതനാട്യം. ആ, എനിക്ക് കോൾ അവസാനം വന്നു കേട്ടോ, അങ്ങനെ ഞാനിത് ജോയിൻ ഓക്കെ ചെയ്തത്. ഓക്കെ. ഇത് മോഹിനിയുടെ ആട്ടം ആയിരിക്കാം ഒരു പക്ഷേ. ഏ 10-ാം തീയതി കഴിഞ്ഞിട്ട് ഞാൻ കറക്റ്റ് ആയിട്ട് പറയാം അല്ല, ഞാൻ ഇതെന്താന്ന്. ട്രെയിലർ കണ്ടപ്പോഴേ, ട്രെയിലർ സ്റ്റാർട്ട് ടു എൻഡ് ഭയങ്കര ചിരിക്കാനുള്ള ഒരുപാട് സംഭവങ്ങൾ അതിനകത്തുണ്ടെന്ന് അതെ മനസ്സിലായി. അതെ അതെ ഇങ്ങനെ അതെ. എക്സൈറ്റ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോവാണ്, ഒരുപാട് ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഒക്കെ ഉണ്ടെന്ന് മനസ്സിലായി. നമ്മുടെ ഇതൊരു ഡാർക്ക് ഹ്യൂമർ ആണ്, അതായത് നമ്മളൊരു ഡാർക്ക് പരിപാടിയാണ് കാണിക്കുന്നതും പറയുന്നതും. ആ, പക്ഷെ അത് ഹ്യൂമറിലൂടെ, ഇപ്പം ഭരതനാട്യത്തിൽ തന്നെ നമ്മളൊരു ഒരു അവിഹിതം എന്ന് വേണമെങ്കിൽ പറയാം, ആ, അങ്ങനത്തെ ഒരു ആ, അതെ. റിലേഷനെ പറ്റി നമ്മൾ സംസാരിച്ചപ്പോഴും ഫാമിലിക്കൊരു ടെൻഷനും ഒരു ഇത് കൺഫ്യൂഷൻസും ഉണ്ടെങ്കിൽ അത് കാണുന്നവർക്ക് അത് രസമായിരുന്നു. നമ്മൾ ആ, കോമഡി രീതിയിലാണ് പറഞ്ഞു പോയതൊക്കെ. അതുപോലെ ഇതിലും ഫാമിലി അനുഭവിക്കുന്നു, ബാക്കിയുള്ളവർ കണ്ട് രസിക്കുന്നു എന്നുള്ള ആ സാധനമാണ്. ഫാമിലി ഡെഫിനറ്റ്ലി ഫാമിലിക്ക് ഇതിൽ നല്ലൊരു പങ്കുണ്ടല്ലോ. ഓക്കെ. ഫാമിലി, ഭരതൻ നായരാണ് 2 സിനിമയിലെയും പ്രശ്നക്കാരൻ. ഇതും പുള്ളിയുടെ പ്രശ്നമാണ്. ഇതും പുള്ളിയായിട്ടുണ്ടാക്കുന്ന പ്രശ്നങ്ങളിൽ ഒന്നാണ്. ഓക്കെ. പക്ഷെ ഇതിൽ പുള്ളി ഇല്ലല്ലോ. ഇല്ലില്ല, ഇല്ല. സായിച്ചേട്ടനില്ല. കാരണം ആ, സായിച്ചേട്ടന്റെ ക്യാരക്ടർ മറ്റേതിൽ മരിച്ചു ആ, പോയെങ്കിലും സായിച്ചേട്ടന്റെ പ്രസൻസ് ഉണ്ട്. നമ്മൾ ഫോട്ടോയിലൂടെ ആണെങ്കിലും പിന്നെ ആ. ത്രൂ ഔട്ട് സിനിമയിൽ ഭരതൻ നായരുടെ പേര് നമ്മൾ എല്ലായിടത്തും മെൻഷൻ ചെയ്യുന്നുണ്ട്. ഓക്കെ. ഞാനിങ്ങനെ ട്രെയിലർ കണ്ടപ്പോഴേ, ഈ നിങ്ങൾ ഈ മോഹിനിയുടെ ആട്ടം കൂടിയപ്പോ അതിനെയാണോ അടിച്ചു വന്ന് ചാക്കിലാക്കി അവിടെ കെട്ടി വെച്ചേക്കുന്നത്? എന്തെല്ലാം ചോദ്യങ്ങളാ നോക്ക്. അല്ലെ? ട്രെയിലർ കണ്ടിട്ട് എന്താ, അപ്പൊ ഞാൻ അങ്ങോട്ട് ചോദിക്കാം. ആ, ഇപ്പൊ ഇത്രയും ചോദ്യങ്ങൾ എന്റെ അടുത്ത് ചോദിച്ചു വരും. ഓക്കെ. ഞാൻ പറഞ്ഞില്ലേ, ആ, കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്ടറും മനസ്സിലായി. പ്രൊഡ്യൂസറും ഒക്കെ കൂടെ വന്ന് എന്റെ തലക്കടിക്കും. ആ, അപ്പൊ അതുകൊണ്ട് ആ. കണ്ടെടുത്തോളം ഗണേശൻ എന്താണ് ആക്ച്വലി ഈ സിനിമ ട്രെയിലർ കണ്ടപ്പോ തോന്നുന്ന ഒരു കഥ? ട്രെയിലർ കണ്ടപ്പോ ഒരു ക്രൈം ചെയ്തു, ആ ക്രൈം മറയ്ക്കാനായിട്ട് അല്ലെങ്കിൽ സോൾവ് ചെയ്യാനായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യുന്നു, ഇത് പറഞ്ഞ കുറെ ആൾക്കാർ ഇതിനകത്ത് ഇവിടെ എന്തോ പരിപാടി നടക്കുന്നുണ്ടെന്ന് അറിയുന്നു, പക്ഷെ ഇതെന്താന്ന് മനസ്സിലാവുന്നില്ല. സോ അവരത് ഇങ്ങനെ നടക്കുന്നു, നിങ്ങളിതെല്ലാം ഇങ്ങനെ കവറപ്പ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരു സംഭവമാണ്. ഇത് കയ്യിൽ നിന്ന് പോകുന്നത് പോലെയൊക്കെയാണ് ഫീൽ ചെയ്തത്. ആ, അത്രേ ഉള്ളൂ. അത് തന്നെയാണ് ഇതാണ് സംഭവം. സംഭവം എന്ന് മനസ്സിലായി. അതാണ് സംഭവം. പക്ഷേ ഈ ചാക്കിലിരിക്കും. ചാക്കിൽ അവിടെ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ. ഇപ്പൊ ചാക്ക് നോക്കുന്നത്, ചാക്കിൽ ഡെഫിനറ്റ്ലി നോക്കുമ്പോൾ ഞങ്ങൾ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും അവിടെ ചാക്ക് നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. അതെ. ആ, അങ്ങനത്തെ ഒരു സീൻ ഉണ്ടായില്ല ഈ ആ, ട്രെയിലറിൽ. ഉണ്ട് ഉണ്ട്. അപ്പം ഞങ്ങളല്ലാത്ത ആരോ ഒരാളായിരിക്കാം, ചിലപ്പോ ഒന്നും ഉണ്ടാവില്ല, ചിലപ്പോ ചക്കയോ മാങ്ങയോ തേങ്ങയോ എന്തെങ്കിലും ആവാം ചാക്കില്. ആള് തന്നെ ആവണമെന്നില്ലല്ലോ. ഇല്ല ഇല്ല. ഇപ്പൊ പല സിനിമയിലും നമ്മൾ കണ്ടിട്ടില്ലേ, ശവം എന്നൊക്കെ പറഞ്ഞിട്ട് ചാക്ക് നോക്കുമ്പോ അതിന്റെ അകത്ത് ഒന്നും ഉണ്ടാവില്ല. അങ്ങനെയും ആവാം. ആവാ. ഓക്കെ. ഞാനേ ചേച്ചിയുടെ ഇപ്പൊ ഇന്റർവ്യൂവിന്റെ കാര്യം പറഞ്ഞു. ഇപ്പൊ ഞാൻ പ്രിപ്പയർ ചെയ്യുകയാണല്ലോ. അപ്പൊ ഓൾറെഡി ഞാൻ ചേച്ചി മറ്റേ സിനിമ ഉണ്ടല്ലോ, ഭീമന്റെ വഴിക്കകത്ത് ആ ക്യാരക്ടർ ചെയ്യുന്നു. അപ്പൊ അതിനകത്ത് കണ്ണാടിയൊക്കെ വെച്ചിട്ട് ഭയങ്കര മിക്സഡ് ആയിട്ടുള്ള ഒരാളാണ്. അതെ അതെ. അപ്പൊ എനിക്കിത് കാണുമ്പോൾ, ചേച്ചി കാണുമ്പോൾ ഓർമ്മ വരുന്നത് അറിയോ, നമ്മുടെയൊക്കെ സ്കൂൾ, അതായത് എന്റെയൊക്കെ സ്കൂളിൽ ടീച്ചർ ഉണ്ടായിരിക്കും, ഒരു ടീച്ചർ ഉണ്ടായിരിക്കും പർട്ടിക്കുലർ. ഉം. ഇവര് ഇപ്പൊ നമ്മളെ പഠിപ്പിക്കുന്നൊന്നും ഉണ്ടായിരിക്കത്തില്ല, പക്ഷെ ഇവർ ആ സ്കൂളിലെ എല്ലാ പിള്ളേർക്കും പേടിയാ. മനസ്സിലായി. മറ്റേ ക്ലാസ്സിൽ പോടാന്നൊക്കെ പറഞ്ഞെങ്കിൽ നടക്കില്ല, ഇതുപോലെ ടീച്ചർ. ചേച്ചി കാണുമ്പോഴല്ലേ എനിക്ക് ആ രൂപം എനിക്ക് ഓർമ്മ വരുന്നത്. ആഹാ. ഓക്കെ. ഞാനങ്ങനെ ഇന്റർവ്യൂ പ്രിപ്പയർ ചെയ്യണമല്ലോ, അപ്പൊ ഞാൻ പഴയ ഇന്റർവ്യൂസ് ഒക്കെ നോക്കാന്ന് എഴുതി. അങ്ങനെ ആദ്യമേ എന്റെ ഫ്രണ്ടിൽ വരുന്നത് മറ്റേ ഗദ്ദാഫി ആയിട്ടുള്ള ഇന്റർവ്യൂ. അതിന്റെ ഒരു ഷോട്ടാ. അതിനകത്താണെങ്കിൽ ചേച്ചി പറയുന്നത് ആര് തൊട്ടാലും അടിച്ച് ചേക്കല് അല്ല പൊട്ടിക്കണം. അങ്ങനെയല്ല, അത് പറഞ്ഞു വന്നതോ എഡിറ്റ് ചെയ്ത് വന്നപ്പോഴോ ഉണ്ടായ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്. അതിന്റെ അല്ലല്ല, അത് പേരില് വെച്ചാൽ ദേഹത്ത് തൊട്ട് കഴിഞ്ഞാല് ഞാൻ റിയാക്ട് ദേഹത്ത് ചെയ്യുന്നുള്ളതാണ്. തൊട്ടു എന്നുള്ളതല്ല. ഇപ്പൊ ഒരാൾ ഷെയ്ക്ക് ഹാൻഡ് തരുന്നോണ്ട് നമുക്ക് പ്രശ്നമില്ല. ഇല്ല ഞാൻ ഇല്ല. പറഞ്ഞ എനിക്ക് മനസ്സിലായി. ആ, ബുദ്ധിമുട്ടുണ്ടാവുന്ന എന്ത് മനസ്സിലായി. സന്ദർഭം, ആ, അതിപ്പം നമ്മളെ മോശമായി അബ്യൂസ് ചെയ്യുന്ന വാക്കുകളാണെങ്കിൽ പോലും, ഉം, അല്ലെങ്കിൽ ഞാൻ കംഫർട്ടബിൾ അല്ലെങ്കിൽ റിയാക്ട് ചെയ്യും, അത്രേ ഉള്ളൂ. ഉം, അതിപ്പോ ഒരു സ്ഥലത്ത് എവിടെ ചെന്നാലും, ഇതിപ്പം ലൊക്കേഷൻ എന്നല്ല കേട്ടോ ഞാൻ പറയണത്, ഇപ്പൊ ഏത് സ്ഥലത്ത് ഒരു പബ്ലിക് പ്ലേസിൽ പോയാലും ഞാൻ കംഫർട്ടബിൾ അല്ല, ഒരു നോട്ടം കൊണ്ടോ ഒരു സ്പർശനം കൊണ്ടോ ഒരു വാക്ക് കൊണ്ടോ ഞാൻ കംഫർട്ടബിൾ അല്ലെങ്കിൽ ഞാൻ റിയാക്ട് ചെയ്യും. react ചെയ്യും. അത് ബ്ലഡിലുള്ളതാ. മനസ്സിലായി. അല്ല, ഞാനിത് പ്രിപ്പയർ ചെയ്ത് തുടങ്ങുവാണല്ലോ, അപ്പൊ ഞാനിങ്ങനെ മൈൻഡിൽ ആലോചിച്ചു, ഓക്കെ നമുക്കൊരു ഫൺ മൂഡിൽ കൊണ്ടുവന്നൊക്കെ കരുതി ഇങ്ങനെ ഇരിക്കുക. ഞാൻ ഫണ്ണാണ്. അല്ല, അത് ഞാൻ കണ്ട പിന്നെ ഫുൾ ഇന്റർവ്യൂ കണ്ടപ്പോ എനിക്ക് മനസ്സിലായി. ഞാൻ ഈ ഇത് പറഞ്ഞെങ്കിലും ആ, സി ഇപ്പൊ
എന്ന് കരുതി ഞാനൊരു ഗുണ്ടയോ അല്ലെങ്കിൽ അങ്ങനല്ല ഞാൻ ഉദ്ദേശിച്ചെന്ന് വെച്ചാൽ ഫൺ മൂഡിൽ കൊണ്ടുപോകുന്ന ഒരു ഫസ്റ്റ് നമ്മളിങ്ങനെ എടുത്ത് വെച്ചിങ്ങനെ കാണുന്നത് തന്നെ എന്റെ ദേഹത്ത് തൊട്ട് കഴിഞ്ഞാൽ ഞാൻ റിയാക്ട് ചെയ്യുന്നുള്ളതാണ്. ഞാൻ വിചാരിച്ചു, പുലിമടയിലോട്ടാണല്ലോ ചെല്ലുന്നത് ഒരു അല്ല എന്താ ഇതായിരുന്നു. അറിയോ, നമ്മുടെ സമൂഹത്തില് ഇപ്പൊ ഒരുപാട് സന്ദർഭങ്ങളില് നമ്മൾ കൊച്ചു കുട്ടികളെ പെൺകുട്ടികളെ വരെ പറഞ്ഞ് പഠിപ്പിക്കേണ്ട ഒരു കാര്യം ഇപ്പൊ അതെ നിങ്ങൾക്ക് അതെ എല്ലാവർക്കും അറിയാലോ. നമ്മള് പണ്ടൊക്കെ ഞാനൊക്കെ കുഞ്ഞായിരുന്ന സമയത്ത് എന്റെ അമ്മയൊക്കെ പറയും നമ്മള് ഒച്ച ഉണ്ടാക്കും. ഞാനും എന്റെ ബ്രദറും എനിക്ക് എന്റെ ആങ്ങളെയുള്ള ദിലീപ്, ഞാനും ദിലീപും കൂടെ അടി കൂടുമ്പോ ഭയങ്കര ഒച്ചത്തിൽ ഞാൻ ഷൗട്ട് ചെയ്യും ആടോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അമ്മ മിണ്ടാണ്ടിരി പെങ്കൊച്ചാണ് ഒച്ച എടുക്കരുത്. ഇപ്പൊ ഞങ്ങള് കുഞ്ഞിലേ അങ്ങനെ കേട്ട് കേട്ട് വളർന്നേക്കണേ, ഓക്കെ ഒച്ച എടുക്കാൻ പാടില്ല ഒച്ച എടുക്കാൻ പറ്റില്ല. അപ്പൊ എനിക്കൊരു മോളുണ്ട്, ആ മോനും ഉണ്ട്. പക്ഷെ ഞാൻ എന്റെ മോളോട് പറയാം, എന്റെ മോൾ എന്നെ പോലെയല്ല, ഭയങ്കര ഡിഫറെന്റാ. ഓക്കെ ഞാൻ എന്താണോ അതിന്റെ നേരെ ഓപ്പോസിറ്റ്. അവൾക്ക് ശബ്ദം കുറവാണ്. സോഫ്റ്റ് അവൾ ആയിട്ട് സംസാരിക്കുമ്പോ തന്നെ ഞാൻ റേഡിയോ ഒന്ന് ഒച്ചത്തിൽ പറയും, എനിക്കൊന്നും കേൾക്കണ പോലും ഇല്ല, അത്ര സോഫ്റ്റ് ആയിട്ടാ അവള് സംസാരിക്കുക. അതേസമയം അവർ ആങ്ങളെയും പെങ്ങളും തമ്മിൽ തല്ലുമ്പോ ഒച്ചയുണ്ട്. ഓക്കെ ആ അപ്പൊ ഞാൻ എന്റെ മോളോട് പറഞ്ഞേക്കുന്നത് എവിടെ ചെന്നാലും, അത് എന്റെ മോളോടൊന്നല്ല, ഞാൻ എല്ലാ സ്ത്രീകളോടും പെൺകുട്ടികളോടും പറയുന്ന ഒരു കാര്യമാണ്. നമ്മൾ കംഫർട്ടബിൾ അല്ലെങ്കിൽ, പണ്ട് നമ്മുടെ അമ്മൂമ്മമാരും അപ്പൂപ്പന്മാരും നമ്മുടെ അമ്മമാരും പറഞ്ഞത് കേട്ടിട്ട് മിണ്ടാണ്ടിരിക്കാൻ പാടില്ല. ഓക്കെ ആ കാലം മാറി, പണ്ടത്തെ കാലഘട്ടമല്ല, കാലം മാറി. നമ്മൾ പെൺകുട്ടികൾ കുറെ കൂടിയൊക്കെ എക്സ്പോസ്ഡ് ആണ്, പല സ്ഥലങ്ങളിലും പോകുന്നുണ്ട്, എല്ലാ കാര്യങ്ങളിലും ഇൻവോൾവ് ആണ്. അപ്പം സിറ്റുവേഷൻസ് പലപ്പോഴും പലർക്കും ഒരേപോലെ ആവണമെന്നില്ല. ബാഡ് സിറ്റുവേഷൻസ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ ശബ്ദം ഉയർത്തണം, അതെ ചെയ്യണം, ഇല്ലേ? അത് തന്നെ ചെയ്യണം. അതേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. പക്ഷെ അത് പറഞ്ഞു വന്നപ്പോ എന്റെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, ഞാൻ സംസാരിക്കുമ്പോൾ ഇങ്ങനെ മുഖത്ത് കാണും അല്ല, മുഖത്ത് കാണുന്ന വേറെ വശം. ആ സംസാരിക്കും, ഞാൻ ആർജെ ആയിരുന്നു, ഞാനൊരു അതെ 6 years ആർജെ ആയിരുന്നു. അതെ അപ്പം ആ ഒരു ഫ്ലോയിൽ ഞാൻ അങ്ങ് സംസാരിച്ചങ്ങ് പോവും. ഉം. അപ്പൊ എന്നാ ഞാൻ സംസാരിച്ചെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇല്ല മോശമായിട്ടല്ല അതിൽ അപ്പൊ ഇത് പറഞ്ഞേക്കുന്നത്, ഷോർട്ടിൽ മോശമായിട്ടല്ല അത് വന്നേക്കുന്നത്. കണ്ടു കഴിഞ്ഞിട്ട് ഒത്തിരി പേര് അതിന് മോശം കമന്റ്സ് ഓക്കെ ആ ഇട്ടായിരുന്നു. പക്ഷെ ഐ ഡോണ്ട് കെയർ, കമന്റ്സ് ഒന്നും ഞാൻ ബോദർ ചെയ്യുന്നില്ല. ഞാൻ പറയാനുള്ള കാര്യം പറഞ്ഞതാണ്. അല്ല അത് ഞാൻ നെഗറ്റീവ് എപ്പോഴും ഒന്നും പറയുന്നു, അല്ലായിരുന്നു. അതിൽ ഞാൻ എപ്പോഴും ഉറച്ചു നിൽക്കുന്നു. ഓക്കെ അപ്പൊ ഇപ്പൊ മോഹിനിയാട്ടത്തിലേക്ക് വരുന്നു. അപ്പൊ ഇതില് ചേച്ചിയുടെ ക്യാരക്ടർ എന്ന് പറയുമ്പോ ഹസ്ബൻഡിന് ഇത്തിരി അതെ പേടിയുള്ളൊരു അതെ വൈഫാണ്. അതെ അതെ. ഇത് റിയൽ ലൈഫിൽ നിന്ന് വന്നൊരു ക്യാരക്ടർ ആണോ അതോ സി, അത് ഹസ്ബൻഡിന്റെ കുഴപ്പമാ, വൈഫിന്റെ അതിനകത്ത് കുഴപ്പമില്ല. അല്ല? ഈ ഓക്കെ സിനിമയില് ആ റിയൽ ലൈഫിലും അങ്ങനെ പേടിയുണ്ടെങ്കിൽ അത് ഹസ്ബൻഡിന്റെ കുഴപ്പമാ, ആണ് ഇല്ലേ? അല്ല, ഞാൻ പറയുന്നത് ഇതില് മോഹിനിയാട്ടം ഭരതനാട്യത്തിൽ മുതലേ നന്ദുചേട്ടൻ ചെയ്ത ക്യാരക്ടറിന്റെ പ്രശ്നം അശോകൻ, ഉം, പുള്ളിയുടെ പ്രശ്നം എന്ന് വെച്ചാല് പുള്ളിക്കൊരു സ്റ്റാൻഡ് ഇല്ല. ഉം. നമ്മൾ കാണിക്കുന്നുണ്ടല്ലോ, ഓക്കെ ആ പുള്ളിക്ക് ഇവിടെ നിൽക്കണോ അവിടെ നിൽക്കണോ, മൊത്തത്തിലൊരു കൺഫ്യൂഷനാണ്. അപ്പൊ അങ്ങനെ ഒരു പാർട്ട്ണർ ഉള്ളപ്പോ, അത് ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും ദ അതർ പേഴ്സൺ ഡോമിനേറ്റ് ചെയ്യണം, ഉം. ഇല്ലേ? ഇപ്പൊ അതെ ഹസ്ബൻഡ് അതെ ഭയങ്കര ഇതാണെങ്കിൽ ഡെഫിനറ്റ്ലി ഭാര്യ ഡോമിനേറ്റ് ചെയ്യും. ഭാര്യ മാച്ച് ഭയങ്കര ചെയ്ത് പാവാണ്, ആ എന്നാലേ ഒരു ഫാമിലി ലൈഫ് മുന്നോട്ട് പോകുള്ളൂ. ഇപ്പൊ ഓക്കെ എവിടെ നോക്കിയാലും ആരെങ്കിലും ഒരാൾ ഡോമിനേറ്റ് ചെയ്യുന്നുണ്ടാവും. അത് അയാളുടെ കുഴപ്പമോ കുറവോ ഒന്നുമല്ല, അത് റൺ ചെയ്യാൻ അത് വേണം. അത് അങ്ങനെയാണ് ഒരു ഓക്കെ ഫാമിലി മുന്നോട്ട് പോകുന്നത്. അത് മ്യൂച്വൽ റെസ്പെക്റ്റും മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങും ആണ്. പിന്നെ മോഹിനിയാട്ടത്തിലും പറയുന്ന സിനിമയല്ലേ, അതിൽ കുറച്ച് നമ്മൾ അവിടെ ഇരിയടോ, അത് ക്യാരക്ടർ എങ്ങനെയാണ്, അത് ഫണ്ണാണല്ലോ. റിയൽ ലൈഫിൽ നിന്ന് അങ്ങനെ ഒന്നും ചീന്തി എടുത്തിട്ടില്ല. ഏ ഇല്ല റിയൽ ലൈഫിൽ ഞാൻ അങ്ങനെ എല്ലാവരെയും കയറി വെറുതെ വെച്ചുണ്ടാക്കുന്ന ഒരാളല്ല. അല്ല ഓക്കെ ചിലപ്പോ ചെയ്ത ക്യാരക്ടേഴ്സ് ഒക്കെ വെച്ച് അങ്ങനെ ഒരു ഇമേജ് ഞാൻ നിൽക്കുന്നതായി കുറച്ച് ലൗഡാണ് ലൗഡാണ്. പൊതുവെ. അത് ഈ പറഞ്ഞ ഭീമന്റെ വഴിയിലെ റീത്തയാണെങ്കിലും ഇതിലെ ശാന്തി ആണെങ്കിലും ഭരതനാട്യത്തിലെ മോഹിനിയാട്ടത്തിലെ ശാന്തി ആണെങ്കിലും കുറെയൊക്കെ എന്റെ അതേപോലെയൊക്കെ തന്നെ. അതുകൊണ്ട് എനിക്ക് ഒത്തിരി അഭിനയിക്കേണ്ടിയൊന്നും വന്നിട്ടില്ല. വന്നിട്ടില്ല. അത് ഈ ഭരതനാട്യത്തില് കുട്ടികളെ അവനെ ചീത്ത പറയുന്ന ഒരു സീനുണ്ടല്ലോ, നിന്റെ മോന്ത കൊണ്ടോ ഞാൻ മുതലേ പിടിച്ച് ഉരയ്ക്കുന്നൊക്കെ. ആ ഇത് കണ്ടിട്ട് എന്റെ മക്കള്, എന്റെ സ്വന്തം മക്കൾ ആ, എന്റെ അടുത്ത് കറക്റ്റ് അമ്മ. അഭിനയിക്കേണ്ട കാര്യമേ ഇല്ല. അമ്മയ്ക്ക് ദേഷ്യം, എനിക്ക് ദേഷ്യം വന്നാൽ ഞാൻ ഇത്ര റിയ- ലൗഡാണ്. ആ, എന്റെ ചേച്ചിയുടെ മക്കളുണ്ട്, ഉം. അവന്മാര് വലിയ കുട്ടികളാ, അവന്മാരെ എന്നെ ചിറ്റാന്ന് വിളിക്കുന്നത്. അപ്പൊ അവന്മാര് പറഞ്ഞു, ഓ ഇത് കറക്റ്റ് ചിറ്റയാണല്ലോ. അപ്പം ലൈക്ക് നമ്മുടെ കുറെയൊക്കെ നമുക്ക് അങ്ങനെ പിന്നെ വേറൊരു പ്രത്യേകത എന്താ വെച്ചാല്, ഭരതനാട്യത്തിന്റെയും ഇപ്പൊ ഈവൻ ഭീമന്റെ വഴിയുടെ ആണെങ്കിലും ഡയറക്ടേഴ്സ് നമുക്ക് നല്ല സ്പേസ് തന്നിട്ടുണ്ട്, നമുക്ക് അഴിഞ്ഞാടാനൊരു. പെർഫോം ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അവര് ആ, സിറ്റുവേഷൻ പറഞ്ഞു തന്നിട്ട് ഈ സിറ്റുവേഷനിൽ നിങ്ങൾ എങ്ങനെയാണോ അങ്ങനെ പെർഫോം. അപ്പൊ എന്നോട് മാത്രമല്ല എല്ലാ ആർട്ടിസ്റ്റുകൾക്കും അങ്ങനത്തെ ഒരു സ്പേസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, ഈ രണ്ട് സിനിമകളിലെയും ആർട്ടിസ്റ്റുകൾ മറ്റു സിനിമകളിലെ വെച്ച് എത്രത്തോളം ഡിഫറെന്റ് ആയിട്ടാണ് ഇതിൽ അഭിനയിച്ചേക്കുന്നതെന്ന്. ഓക്കെ നമുക്ക് കുറച്ച് സ്പേസ് തരുമ്പോൾ ആ, നമുക്ക് അവിടെ നിന്നുകൊണ്ട് നമുക്ക് മാക്സിമം നമ്മുടെ കൊടുക്കാൻ പറ്റും. ഉം. ഇപ്പൊ അത് ഓവർബോർഡ് ആണെങ്കിൽ അവർ പറയും അത്രയും വേണ്ടാട്ടോ, ഇത് കുറയ്ക്കാട്ടോ എന്ന് പറയാൻ അവർ പറയും. അതെ പക്ഷെ അതല്ലാതെ നമുക്ക് ചെയ്യാൻ ഒത്തിരി സ്പേസ് തരുന്നതുകൊണ്ട് നമുക്കിത് നല്ല മാക്സിമം എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഈ രണ്ട് സിനിമകൾ, ഈ 3 സിനിമകൾ ഇൻഫാക്ട്. ഓക്കെ ഈ ഇപ്പോ ചില ആക്ടേഴ്സ് ഒക്കെ പറയാറുണ്ട്, ഇപ്പോൾ അവരിപ്പോ ഒരു ക്യാരക്ടർ അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവരിത് ഇങ്ങനെ 24/7 ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നു. ചേച്ചി അങ്ങനെയാണോ അതോ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് ഡയറക്ടർ പറയും ഇന്നതുപോലെയാണ് ഇങ്ങനെ ചെയ്താൽ മതി അങ്ങനെയുള്ളോ അതോ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കാറുണ്ടോ? ചില സിനിമകളൊക്കെ ഇപ്പൊ എല്ലാ സിനിമകൾക്കും എനിക്ക് എന്റെ ക്യാരക്ടറെങ്കിലും സ്ക്രിപ്റ്റ് അയച്ചു തരും.
ക്യാരക്ടറിന്റെ സ്പേസ് എന്താണോ അത് അയച്ചു തരും. അയച്ചു തരും. ചില സിനിമകളൊക്കെ എല്ലാ സ്ക്രിപ്റ്റും അയച്ചു തരും. പക്ഷെ എനിക്ക് മുഴുവനും വായിക്കുക എന്നുള്ള അറിഞ്ഞാൽ മതി എന്താ സ്റ്റോറി. എന്റെ സാധനങ്ങള് സീൻ എനിക്ക് വായിക്കണം. കാരണം അത് പെർഫോം ചെയ്യാൻ മാത്രമല്ല, ഞാൻ ഒരുപാട് ആസ്പെക്ട്സ് ചിന്തിക്കുന്ന ഒരാളാണ്. ഞാൻ കംഫർട്ടബിൾ ആണോ ആ സീനിൽ, കോസ്റ്റ്യൂം കംഫർട്ടബിൾ ആണോ, എല്ലാം അറിയാൻ വേണ്ടിയിട്ട്. അപ്പൊ അത് വായിച്ചിട്ടാണ് ഞാൻ പോവുക. പിന്നെ എല്ലാരും കോമൺ ആയിട്ട് സീരിയൽസിൽ അഭിനയിക്കുന്നുണ്ട്. ഇപ്പൊ അഭിനയിക്കുന്നുണ്ടോ? ഇപ്പൊ സീരിയൽസ് ചെയ്യുന്നില്ല, സിനിമയാണ് കൂടുതൽ. കാരണം വേറെ ഒന്നുമല്ല, നമുക്ക് സീരിയലിന് ഡേറ്റ് കൊടുത്താൽ സിനിമ വരുമ്പം ബുദ്ധിമുട്ടായി പോകും. അപ്പൊ അതുകൊണ്ട് സിനിമകൾ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് ഇപ്പം കഴിഞ്ഞ വർഷമൊക്കെ ഒരുപാട് സിനിമകൾ ഞാൻ ചെയ്തായിരുന്നു. അപ്പം സിനിമകൾ വരുന്നുള്ള പ്രതീക്ഷ ഇനിയും. അതുകൊണ്ട് ഇനി ഫുൾ ഫോക്കസ് സിനിമകളെ കൂടുതലും ചെയ്യുന്ന, സീരിയൽ ചെയ്യില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ ആസ് ഓഫ് നൗ ഞാൻ സീരിയൽ ചെയ്യുന്നില്ല, സിനിമകളാണ് ചെയ്യുന്നത്. ഇപ്പൊ എല്ലാരും യൂസ് ചെയ്യുന്നത്, ഇപ്പൊ സിനിമയിലേക്ക് വരാനാണ് സീരിയൽ എന്നുള്ള ഒരു മീഡിയ യൂസ് ചെയ്യുന്നത്. അങ്ങനെ കുറെ പേര് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ എല്ലാരും പക്ഷേ സീരിയൽ എന്ന് പറയുമ്പോൾ അതൊരു സെക്കൻഡറി ഓപ്ഷൻ ആയിട്ട് വെക്കുകയാണ്, സിനിമയാണ് മെയിൻ എന്നുള്ളൊരു സംഭവം വെക്കുകയാണ്. ഞാൻ ചേച്ചി സീരിയലിൽ ഒരുപാട് അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ അത് വെച്ച് ചോദിക്കുക, സിനിമയെക്കാട്ടിലും ബെറ്റർ ആയിട്ട് സീരിയലിന്റെ ഒരു ഭാഗം ഏതാണ്, ഒരു പോർഷൻ, അല്ലെങ്കിൽ ഇതില് സിനിമയെക്കാട്ടിലും സീരിയലാണ് ബെറ്റർ എന്ന് തോന്നിയിട്ടുള്ള ഒരു കാര്യം? രണ്ടും അഭിനയമാണ്, രണ്ടും നമുക്ക് പൈസ തരുന്നുണ്ട്, രണ്ടും നമ്മുടെ വരുമാനമാണ്, ചോറാണ്, എല്ലാമാണ്. ഞാൻ സിനിമയിൽ അഭിനയിച്ചിട്ടാണ് സീരിയലിലേക്ക് പോയത്. സിനിമ ചെറിയ ചെറിയ ക്യാരക്ടേഴ്സ് ചെയ്തിട്ടാണ് സീരിയൽസ് ചെയ്തിരുന്നത്. സിനിമയില് ഭീമന്റെ വഴി കഴിഞ്ഞിട്ടും ഞാൻ സീരിയൽ ചെയ്തിട്ടുണ്ട്. സീരിയൽ ഒരിക്കലും താത്തിക്കെട്ടി പറയില്ല, സീരിയൽ ഒരിക്കലും താഴെയാണെന്നും ഞാൻ പറയില്ല. അങ്ങനത്തെ ചിന്താഗതി ഉണ്ടാവാമായിരിക്കാം ആൾക്കാർക്ക്. സീരിയലിനൊരു പ്രശ്നം ഞാൻ കണ്ടെടുക്കുന്നത് എന്താ വെച്ചാൽ, നമുക്ക് ഒരു മാസത്തിൽ 10-15 ദിവസം നമ്മൾ അവർക്ക് കൊടുക്കണം ഡേറ്റ് ആയിട്ട്. അപ്പൊ നമുക്ക് വേറെ ഒന്നും കമ്മിറ്റ് ചെയ്യാൻ പറ്റില്ല. അതൊരു മേജർ പ്രോബ്ലം ആണ്. അത് ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് വേറൊരു സിനിമ വന്നാലോ, അല്ലെങ്കിൽ പിന്നെ ഇപ്പോഴത്തെ ഒരു സീരിയലിന്റെ ഒരു എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു ചാനലിൽ ചെയ്യുവാണെങ്കിൽ മറ്റു ചാനലിൽ നമ്മൾ ഒരു മെയിൻ ക്യാരക്ടർ ചെയ്യുവാണെങ്കിൽ വേറെ ചാനലിൽ ചെയ്യാൻ പാടില്ല, അങ്ങനെ ഒരു ക്ലോസ് ഉണ്ട്. അപ്പൊ ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വരുമാനം ഒരിടത്ത് മാത്രമായിട്ട് ഒതുങ്ങി നിൽക്കും. അത് ഞാൻ പൊതുവെയുള്ള കാര്യം പറയാം. പിന്നെ സീരിയലിൽ നമ്മൾ ഉപ്പ് തൊട്ട് കർപ്പൂരം എന്ന് പറഞ്ഞ മാതിരി പൊട്ടു മുതൽ ചെരുപ്പ് വരെ നമ്മൾ കൊണ്ടുപോകണം. സിനിമയില് ഒന്നും നമ്മൾ കൊണ്ടുപോകണ്ട, എല്ലാം അവിടുന്ന് കിട്ടും. സീരിയലില് ക്യാരവൻ ഇല്ല, സിനിമയില് ക്യാരവൻ ഉണ്ട്. നമുക്കൊരു സീൻ കഴിഞ്ഞ് ചൂടെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് പോയി നമ്മുടെ വാനിൽ പോയി ഇരിക്കാം. സീരിയലിൽ അത് പോസിബിൾ അല്ല. നമുക്ക് റൂമൊക്കെ ഉണ്ടാവും, പക്ഷെ ഫെസിലിറ്റീസ് കമ്പാരിറ്റീവ്ലി കുറവല്ലേ. ഇതിപ്പോ ആർക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും അത് സത്യം അതാണ്. സീരിയലില് ഫെസിലിറ്റീസ് ഭയങ്കര കുറവാ കമ്പാരിറ്റീവ്ലി. പിന്നെ സീരിയല് ഈ പറഞ്ഞ പോലെ നമുക്ക് സ്പേസ് കുറവാ അഭിനയിക്കാൻ. നമ്മൾ ഒരു 1-1.5 എപ്പിസോഡ് അല്ലെ 2 എപ്പിസോഡൊക്കെ ഒരു ദിവസം എടുത്ത് അത് അവർക്ക് നല്ല ലാഭമുള്ളൂ. നമ്മൾ അവരെ ഡെഫിനറ്റ്ലി അവരെ കുറ്റം പറഞ്ഞ കാര്യമില്ല, കാരണം ഇത്രയും എപ്പിസോഡ്സ് കൊടുക്കണ്ടേ, അപ്പം ഇത്ര ആർട്ടിസ്റ്റുകളും ഉണ്ട്, അപ്പൊ എല്ലാം. അപ്പൊ അതുകൊണ്ട് അവർക്ക് മാക്സിമം സീൻസ് എപ്പിസോഡ് എടുക്കുക എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അഭിനയിച്ച് തകർക്കാനുള്ള ഒരു സ്പേസ് കുറവായിരിക്കും. പിന്നെ പ്രോംപ്റ്റിംഗ് ആണ്, നമുക്ക് പഠിച്ചു പറയാനുള്ള ഒരു സ്പേസ് കുറവാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങള്. പക്ഷെ സിനിമയിൽ അതല്ല, സിനിമയിൽ നമുക്ക് സമയമുണ്ട്, റിലാക്സ് ചെയ്തൊരു സീൻ ചെയ്യാം, നമുക്ക് അഴിഞ്ഞാടാനുള്ള സ്പേസ് മാക്സിമം ഉണ്ട്. ഒരു ആർട്ടിസ്റ്റിന് കുറച്ചുകൂടെയൊക്കെ അവരുടെ കഴിവ് തെളിയിക്കാൻ പറ്റുന്നത് സിനിമയിലായിരിക്കാം, അത് സമയത്തിന്റെ പരിമിതി കൊണ്ട്. എന്നുവെച്ചാൽ സീരിയൽ അഭിനയിക്കുന്നവർ മോശം എന്നല്ല, സീരിയലിൽ നല്ല ആർട്ടിസ്റ്റുകളുണ്ട്, അവർ നന്നായി അഭിനയിക്കുന്നുമുണ്ട്. ഞാൻ പറഞ്ഞാൽ അവർക്ക് സിനിമയാകുമ്പോൾ കുറച്ചുകൂടെ റിലാക്സ് ചെയ്ത് ചെയ്യാം, അതാണ് ഉദ്ദേശം. ഈ സിനിമയെക്കാട്ടിലും സീരിയൽ ബെറ്റർ ആയിട്ടുള്ളൊരു ഇത് സീരിയലിൽ കുറച്ചുകൂടി നല്ലതാണെന്ന് തോന്നിയിട്ടുള്ള കാര്യം ഏതാണ്? സീരിയലാണ് ഇതിന് നല്ലത്. ത്രൂ ഔട്ട് നമുക്ക് ഒരു വരുമാനമുണ്ട്, റെഗുലർ ആയിട്ട് വരുമാനം, അതാണ് ഏറ്റവും വലിയ നല്ല കാര്യം. സീരിയൽ ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ മാസവും അവർക്ക് ഇപ്പൊ ചിലപ്പോൾ 10 ദിവസം വർക്കുള്ളവരുണ്ട്, ചിലപ്പോൾ 15 ദിവസം വർക്കുള്ളവരുണ്ട്, ചിലപ്പോൾ 3 ദിവസം ആയിരിക്കാം. വാട്ട് എവർ ഇറ്റ് ഈസ്, എല്ലാ മാസവും ഈ ആർട്ടിസ്റ്റിന് ഒരു 2 ദിവസമെങ്കിലും വർക്ക് കിട്ടും സീരിയൽ ആവുമ്പോ. സിനിമയാകുമ്പോൾ നമ്മൾ ഒരു സിനിമ കഴിഞ്ഞ് ചിലപ്പോൾ ഇത്രയും കാലം കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത സിനിമ വരുന്നത്. അതാണ് അതിന്റെ ഒരു വ്യത്യാസം. നമുക്കൊരു സെഗ്മെന്റിലേക്ക് പോകാം. ഞാൻ കുറച്ച് ചോദ്യങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, പെട്ടെന്ന് പറയണം. കൺഫ്യൂസിംഗ് റാപ്പിഡ് ഫയർ എന്നല്ല, കുറച്ച് അതുപോലെ ഒരു ക്വസ്റ്റ്യൻ സെറ്റ് ആണ്, ഒരുപാട് ആലോചിക്കരുത്. ഓക്കെ, ടെൻഷൻ വേറെ ആലോചിക്കരുത്, പെട്ടെന്നായിരിക്കണം. ഓക്കെ, നമ്മുടെ ഇപ്പൊ ചേച്ചിക്ക് ഒരു ദിവസത്തേക്ക് ലൈഫ് സ്വാപ്പ് ചെയ്യാം, വേറൊരാളാവാൻ പറ്റുക, മലയാള സിനിമയിലുള്ള ഏത് ആക്ട്രസിനെ ആയിരിക്കും അയാളായ കൊള്ളാൻ തോന്നുന്നത്? വേറെ ആക്ട്രസ് ആവണം ഒരു ദിവസത്തേക്ക്. സത്യസന്ധമായിട്ട് പറഞ്ഞാൽ അങ്ങനെ ഇല്ല. എന്നാലും
എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. തോന്നിയിട്ടേ ഇല്ല. ഈ ഓക്കെ ഒരു ഓക്കെ. ആർട്ടിസ്റ്റ് ആയിരുന്നെങ്കിലോ എന്ന് എനിക്ക് തോന്നിയിട്ടേ ഇല്ല, സത്യസന്ധമായിട്ട് ഒരു പറയുവാണെങ്കിൽ. ആക്ടർ ആണെങ്കിൽ ആക്ടർ ആയിക്കൊള്ളതാണ്. ആക്ടർ ആവണം, ഇന്ന ആക്ടർ ആവണം തോന്നിയിട്ടില്ല. പക്ഷെ എനിക്ക് ഷാറുഖ് ഖാനെ തൊട്ടടുത്ത് കാണണം എന്ന് ഭയങ്കര ആഗ്രഹം. തൊട്ടടുത്ത് കാണണം അപ്പൊ പുള്ളി പിന്നെ ആവണം തോന്നുന്നില്ല. ഇല്ലില്ല, ഇല്ല. പുള്ളി ആവണം തോന്നിയിട്ടില്ല. ആ, പുള്ളി ആവണമെങ്കിൽ പിന്നെ എനിക്ക് പുള്ളിയോടല്ലേ ആരാധന. ആ. അപ്പൊ ഈ പറഞ്ഞ പോലെ വല്ല ഈ നേരത്തെ ചോദിച്ച ചോദ്യത്തിന് വേണമെങ്കിൽ പുള്ളിയായിട്ട് അഭിനയിച്ച ഏതെങ്കിലും ആർട്ടിസ്റ്റ് ആവാം. ഇപ്പൊ ദീപിക പതുക്കോണോ ദീപിക അങ്ങനെ ആരും, കാരണം പുള്ളിയെ കാണാലോ ഓ ഡയറക്റ്റ്ലി അങ്ങനെ അടുത്ത്. അതാണ് ഉദ്ദേശം. എനിക്ക് അത്രേ ഉള്ളൂ. ഓക്കെ. അതുപോലെ ചേച്ചിയെ പറ്റി കേട്ടിട്ടുള്ള ഏറ്റവും വിയേർഡസ്റ്റ് ആയിട്ടുള്ള റൂമർ ഏതാ? ഏറ്റവും റൂമേഴ്സ് ഒന്നും അങ്ങനെ കേട്ടിട്ട് കേട്ടിട്ടില്ലേ? ഉണ്ടോന്ന് എനിക്കറിയില്ല. ഞാൻ അതിന് ചെവി കൊടുക്കാറില്ല ബേസിക്കലി. ആരും ഒന്നും വന്ന് പറഞ്ഞിട്ടൊന്നുമില്ലേ നിന്നെ പറഞ്ഞിട്ടൊക്കെയുണ്ട്. പറ്റി ഇങ്ങനെ നമ്മള് കേട്ടല്ലോ? നമ്മള് ജോലി ചെയ്യുന്ന ആ, സിനിമയിലൊക്കെ വരുന്നതിന് മുന്നേ ജോലി ചെയ്യുന്ന സ്ഥലത്താണെങ്കിലും പഠിക്കുന്നപ്പോഴാണെങ്കിലും ഒക്കെ ഉം. നമ്മളെ പറ്റി ആരെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ പറയാം. അത് പറയുന്നവരുടെ കുഴപ്പമാണ് എന്ന് വിചാരിക്കുന്ന ഒരാളാണ്, അല്ലാണ്ട് ഞാൻ റൂമേഴ്സിന് ചെവി കൊടുക്കാറില്ല. ഓക്കെ. പിന്നെ ഈ സെറ്റിൽ നിന്നൊക്കെ എന്തെങ്കിലും പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ഈ ഓർണമെന്റ്സ് ഒക്കെ ഇഷ്ടപ്പെട്ടിട്ട് ഓക്കെ ഇത് ഞാൻ എടുത്തോട്ടെ എന്ന് ചോദിച്ചാൽ അങ്ങനെ എടുത്തിട്ടുണ്ടോ? സെറ്റില് പരമാവധി എടുക്കാതിരിക്കാറുണ്ട്. പക്ഷെ ഭീമന്റെ വഴിയിൽ നിന്ന് ഞാൻ ഒരു സാരി എടുത്തിട്ടുണ്ട്. അത് സാരിയോടുള്ള ഇഷ്ടം കൊണ്ടല്ല, ആ ക്യാരക്ടറിനോടുള്ള ക്യാരക്ടറിനോടുള്ള ഇഷ്ടം കൊണ്ട്. സ്നേഹം കൊണ്ട് ഞാൻ ആ, ചോദിച്ചപ്പോ എനിക്ക് തന്നു. ഞാനത് ഒരു സാരി, ഒരു സാരി. അത് ആ ഒരു സ്നേഹം, ഓക്കെ. ആ ക്യാരക്ടർ ചെയ്തു ക്യാരക്ടറിനോടുള്ള അതെന്ന് ഓർത്ത് സ്നേഹം കൊണ്ട് വെക്കാനായിട്ട് അത് എടുത്തു മാറ്റി. എടുത്തോണ്ട് വന്നു. ഓക്കെ. എടുത്തു മാറ്റിയതല്ല കേട്ടോ, അവരോട് ഏഹ്? ചോദിച്ചിട്ട് എടുത്തതാ. അതെ. ഞാൻ അടിച്ചോണ്ട് വന്നു എന്നൊക്കെയാണോ ഇല്ല ഇല്ല. ചോദിച്ചിട്ടാണ് എടുത്തത്. ചോദിച്ചിട്ട് ഒരു ഓക്കെ. സാരി ആ, എടുത്തിട്ടുണ്ട്. അത് ആ സ്നേഹം കണ്ട, വലിയ വിലയുള്ള സാരിയോ ഗംഭീര സാരിയോ ഒന്നും അല്ല, ആ. ക്യാരക്ടറിനോടുള്ള മനസ്സിലായി. ആ സ്നേഹം കൊണ്ട്. ഒരു ഓക്കെ. ഒരു ഷോട്ട് ഏറ്റവും നമ്പേഴ്സ് പോയിട്ടുള്ള ഷോട്ട് ഏതാണ്? ടേക്കുകൾ പോയിട്ടുള്ള ഷോട്ട് ഏതാണ്? ഭീമന്റെ വഴിയിലെ ഷോട്ടാണ്. മറ്റേ ചെമ്പൻ ചേട്ടനിൽ നിന്ന് വഴക്ക് കേട്ട ആ ഷോട്ട് അത് ഏതാണ്? അത് ഞാൻ ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ടല്ലേ. അതെ. ആ ആ, അത് തന്നെ, അതായത് ആ, ചാക്കോച്ചനും ഞാനും കൂടെയുള്ള ആദ്യത്തെ ആ. കോമ്പിനേഷൻ ആണ്. ഉം. മുഴുനീളം ഡയലോഗായിരുന്നു. എനിക്ക് തന്നെയായിരുന്നു ഡയലോഗ് കാണാപ്പാടം പഠിച്ച് ഞാൻ അവിടെ ചെന്ന് നിന്ന് പറഞ്ഞിട്ട് എനിക്ക് ശരിയാവുന്നില്ല. പക്ഷെ പറയുന്നുണ്ട്, ഡയലോഗ് ഫുള്ള് ഡയലോഗ് ഞാൻ ഫുള്ള് പറയുന്നുണ്ട്, പറയുന്നുണ്ട്. ആ, പക്ഷെ മുഖത്തൊന്നും വരുന്നില്ല. ആ. അപ്പം എനിക്ക് ടെൻഷനായി, കാരണം ചാക്കോച്ചനും ഞാനും തമ്മിൽ ഒരു റാപ്പ് ഒന്നും ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു സ്പേസ് ഒന്നും സ്റ്റാർട്ടിങ്. ആ, കിട്ടിയില്ല ആ. നമ്മൾ ഫസ്റ്റ് തന്നെ. ഉം, അപ്പൊ ഇദ്ദേഹം ഡെഫിനറ്റ്ലി നമ്മളെക്കാൾ ഒത്തിരി സീനിയർ അല്ല. ഉം. അപ്പം എങ്ങനെയാണെന്നൊക്കെ ഒന്നും അറിയാത്തതുകൊണ്ട്, അത് ഞാൻ പറഞ്ഞ ഫസ്റ്റ് സീൻ നമ്മൾ ചെയ്യുമ്പോഴേ ആ, അപ്പൊ അതിന് ചെമ്മചേട്ടൻ പറഞ്ഞു, നീ ബൈ ഹാർട്ട് പഠിച്ചുകൊണ്ട് വന്നിട്ട് ആണ് അതാണ് ഇതാണ്, മേലെ അവർക്ക് സ്ക്രിപ്റ്റ് കൊടുക്കരുത് എന്നൊക്കെ പറഞ്ഞ് പുള്ളി പറഞ്ഞു. പക്ഷെ അത് ഓക്കെ ആയിട്ട് പോയി. ഓക്കെ. ആ. അതാണ് ഒരുപാട് ടേക്ക് എത്ര പോയത്. ടേക്ക് പോയിരുന്നത്? ഒരു 5-6 പോയിട്ടുണ്ടാവും. അഞ്ചാറെണ്ണം പോയുള്ളൂ. ആ അതൊരു ആ, നമ്പർ അല്ലല്ലോ. കഴിയുന്നതും ഞാൻ ടേക്സ് കൂടുതൽ പോവാതിരിക്കാൻ ശ്രദ്ധിക്കുന്ന ഒരു ആർട്ടിസ്റ്റാണ്. ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് 2-3 ഓക്കെ ആവാറുണ്ട്. രണ്ടു മൂന്നെണ്ണം മിക്കവാറും കഴിയുമ്പോ ഒന്നിലൊക്കെ ഓക്കെ ഓക്കെ ആവാറുണ്ട്. ടെൻഷൻ ആവാറുണ്ടോ? ഒരു ടേക്ക് ഓക്കെ ആയില്ലെന്നുണ്ടെങ്കിൽ ടെൻഷൻ ആവാറുണ്ടോ? അങ്ങനെ ടെൻഷൻ ഇല്ല. ആ, പക്ഷേ മമ്മൂക്കയെ പോലുള്ള ആർട്ടിസ്റ്റിന്റെ ഒക്കെ മുമ്പിൽ നിൽക്കുമ്പം ടേക്ക് ഓക്കെ ആവാതിരിക്കല്ലേ ഭഗവാനെ എന്ന് എപ്പോഴും പ്രാർത്ഥിക്കും. ടേക്ക് ഓക്കെ ആവാതിരിക്കല്ലേ? ലൈക്ക് പെട്ടെന്ന് ടേക്ക് ഫസ്റ്റ് ടേക്ക് തന്നെ ഓക്കെ ആവണേ അങ്ങനെ. ആ, അപ്പൊ അത്രയും വലിയ ആർട്ടിസ്റ്റുകളൊക്കെ മുന്നിൽ നിൽക്കുമ്പോൾ, നമ്മൾ മമ്മൂക്കയുടെ കൂടെയൊക്കെ ഞാൻ ഒത്തിരി സിനിമകൾ 3-4 സിനിമകൾ ചെയ്തിട്ടുണ്ട്. ആ. അപ്പൊ അദ്ദേഹത്തിന്റെ ഒക്കെ മുമ്പിൽ നിൽക്കുമ്പം അദ്ദേഹം ഭയങ്കര കൂളാണ്, പക്ഷെ നമ്മൾ കൂളല്ലല്ലോ, നമുക്ക് ടെൻഷൻ അതെ ആണല്ലോ. അതെ. ഇത്രയും വലിയൊരു ആർട്ടിസ്റ്റ് മുമ്പിൽ നിൽക്കുന്നു, ഞാൻ തെറ്റിച്ചത് കൊണ്ട് വീണ്ടും റീടേക്ക് പോയാൽ എങ്ങനെയാണ് എന്നൊക്കെ ഓർത്ത് പേടിച്ച് അങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ദൈവാനുഗ്രഹം കൊണ്ട് അതൊന്നും കുഴപ്പമില്ലാണ്ട് പോയിട്ടുണ്ട്. അല്ല അന്നേരം ഈ കോൺഷ്യസ് ആവുമ്പോഴത്തേക്ക് ഇപ്പൊ പുള്ളി അടുത്ത് നിൽക്കുകയാണ്, അന്നേരം കോൺഷ്യസ് ആവുമ്പോഴത്തേക്ക് അത് പെർഫോമൻസിന് അഫക്ട് ചെയ്യില്ല, കാരണം ഇതിങ്ങനെ മൈൻഡിൽ ഇല്ല കിടന്നാലും അങ്ങനെ പ്രശ്നമില്ല. വരാറില്ല. നമുക്ക് അത് മറക്കാൻ എന്തോ ദൈവത്തിന്റെ അനുഗ്രഹം മാത്രമേ ആക്ഷൻ പറഞ്ഞു പറയാനുള്ളൂ. കഴിഞ്ഞാൽ പിന്നെ ക്യാരക്ടറാ എനിക്ക് അറിഞ്ഞൂടാ എന്തോ സംഭവിച്ചു പോന്നാ. എന്തോ സംഭവിക്കുന്നു. ഓക്കെ. ഒരു ചേച്ചിയുടെ ഒരു ഇന്റർവ്യൂ അല്ലെങ്കിൽ ഒരു സിനിമ ഡിലീറ്റ് ചെയ്ത് കളയണം, അത് എൻറ്റയർ യൂണിവേഴ്സിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളയാൻ സിനിമ, പറ്റുമോ? അങ്ങനത്തെ സിനിമയുണ്ട്, പക്ഷെ ഞാൻ പറയുന്നില്ല പേര്. ആ, അങ്ങനെ ഒരു സിനിമയുണ്ട്. ആ. ഞാൻ അറിയാതെ ലൈക്ക് എന്നോട് പറഞ്ഞ രീതിയിലല്ല അവർ ഷൂട്ട് ചെയ്തത്. നമ്മളോട് വേറെ സ്ക്രിപ്റ്റ് പറഞ്ഞ പോലെ അല്ല അല്ല, ഷൂട്ട് ചെയ്തത്. ഷൂട്ട് ചെയ്ത ആംഗിളിന്റെ പ്രശ്നമുണ്ട്. ഉം. അതായത് ഞാൻ അഭിനയിക്കാൻ വന്നപ്പോ പറഞ്ഞ ക്യാരക്ടർക്ക് അത് തന്നെയാണ്, പക്ഷെ അവര് ഷൂട്ട് ചെയ്ത നമ്മൾ ക്യാമറ വെക്കുന്ന പൊസിഷൻ ഉണ്ടല്ലോ, അത് ഭയങ്കര മോശമായിട്ട് ഞാൻ അറിഞ്ഞില്ല. അത് ഉം. യൂട്യൂബിൽ കണ്ടപ്പോഴാണ് ഞാനത് അറിയുന്നത്. ഇങ്ങനെയാണ് അവര്, അതായത് സിനിമ പോലും പുറത്ത് അത്ര വലിയ ഹിറ്റ് ആയിരുന്നില്ല, ഒരാളും കണ്ടിട്ടില്ല സിനിമ, നല്ല സിനിമയാണ്. മലയാള സിനിമ. ആ. ഒരു ദിവസമായിട്ടേ ഓടിയുള്ളൂ, പക്ഷെ യൂട്യൂബിൽ ഇതിങ്ങനെ കറങ്ങുമല്ലോ. ഓ അപ്പൊ ഓക്കെ അങ്ങനെ ഓക്കെ. വന്നപ്പം ഇത് ഞാൻ എനിക്കത് ഭയങ്കര ഡിസപ്പോയിന്റിങ് ആയിപ്പോയി, കാരണം ഞാൻ ഇങ്ങനെ അല്ല, അതല്ല ഞാൻ. മനസ്സിലായി. ആ. അപ്പൊ അങ്ങനെ വന്നൊരു സിനിമയുണ്ട്. അതാണ് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ്. ഇനി ഒരിക്കലും അങ്ങനെ ഉണ്ടാവില്ല. അവരോട് സംസാരിച്ചിട്ടുണ്ടോ നിങ്ങൾ ഇല്ലില്ല, എന്താ എന്ത് ചെയ്തത്? സംസാരിക്കാനാ, ഇല്ല. ആ. ആളുകൾക്ക് നമ്മുടെ ആളുകളെ എങ്ങനെ നന്നാക്കാനാ, മോശക്കാരാണെന്നും. അപ്പൊ ഉം. അതുകൊണ്ട് അതിന്റെ പുറകെ ഞാൻ പോയിട്ടില്ല. പക്ഷെ എനിക്ക് അങ്ങനെ ഇത് ചോദിച്ചപ്പം അങ്ങനത്തെ ഒരു സംഭവം ഉണ്ട്. അങ്ങനെ ഒരു സിനിമ ഉണ്ട്. ഉണ്ട്. ഓക്കെ. ചേച്ചി ഡബിങ് ആർട്ടിസ്റ്റ് ആണല്ലോ, കുറെ ആക്ടേഴ്സിന് ഡബ് ചെയ്തിട്ടുണ്ടല്ലോ. ഇതിൽ ഇപ്പൊ ഒരാൾക്ക് ഡബ് ചെയ്തോണ്ടിരിക്കുമ്പോ ഇവനെ അഭിനയിക്കാൻ അങ്ങനെ തോന്നിയിട്ടുണ്ട്, ഇവനെ ആരാ അഭിനയിക്കാനായിട്ട്? ഇത് പറയുമ്പം ഞാൻ എന്നെ തന്നെ ആദ്യം പറയണം. സെൽഫ് ട്രോൾ ചെയ്താലേ അത് രക്ഷയുള്ളൂ. ഓക്കെ. ആ. ഞാൻ RJ ആയിരുന്ന സമയത്ത് നമുക്ക് 1 മിനിറ്റ് കൊണ്ട് മുഴുവൻ കഥ പറയേണ്ട ഒരു അവസ്ഥയുണ്ട്. ഒരു നമ്മള് മിനിറ്റ് ഉണ്ട്. RJing ചെയ്തോണ്ടിരിക്കുമ്പം ആ. 1 മിനിറ്റേ ഉള്ളൂ. അതിൽ അത് കഴിഞ്ഞാൽ പാട്ട് ഓട്ടോമാറ്റിക്കലി കയറും. ഉം.
മനസ്സിലായില്ലേ? സംസാരിക്കാനായിട്ട് 1 മിനിറ്റ് സമയമേ ഉള്ളൂ ആർജെക്ക്. അപ്പൊ അതിൽ നമ്മളിങ്ങനെ, അതുകൊണ്ടാണ് ഈ പല ആർജേസും നല്ല സ്പീഡിൽ ഇപ്പൊ മാറി കാണൂ കേട്ടോ സിറ്റുവേഷൻസ് ഒക്കെ. ഞാൻ അന്ന് ചെയ്തിരുന്ന സമയത്തെ കാര്യം പറയാം. അപ്പൊ നമ്മൾ വെൽക്കം ടു ഇത് ഇങ്ങനെ പറഞ്ഞാൽ നമ്മൾ പോകുന്നത് സ്പീഡിൽ. ഇപ്പൊ ഈ ഒരു സാധനം ഓൾറെഡി ഞാൻ കുറെ നാൾ 6 വർഷം വർക്ക് ചെയ്തത് കൊണ്ട് അതിങ്ങനെ തലയിൽ കിടപ്പുണ്ട്. ഇപ്പൊ ഞാൻ അഭിനയിക്കാൻ ചെന്നപ്പോ, അത് കഴിഞ്ഞിട്ടാണ് അഭിനയിക്കാൻ ചെന്നപ്പം എനിക്ക് സ്പീഡാണ്. ഇപ്പൊ തന്നെ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഞാൻ നല്ല സ്പീഡിലല്ലേ സംസാരിക്കുന്നത്. അപ്പൊ ഞാനൊരു ഡയലോഗ് എന്ന് പറഞ്ഞു തീർക്കും. ചിലപ്പോ ഡയറക്ടേഴ്സ് പറയും അത്രയും സ്പീഡ് വേണ്ട, കുറയ്ക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് ഡബ് ചെയ്യാൻ ഞാൻ തന്നെ ഡബിങ് സൂട്ടിൽ ചെല്ലുമ്പോഴാണ് എന്ത് കുന്തോണ് ഞാൻ പറഞ്ഞു വെച്ചേക്കുന്നത്. സ്വന്തമായിട്ട് മീറ്റർ പിടിക്കാൻ പറ്റിയിട്ടില്ല എനിക്ക് ചില സമയത്തൊക്കെ. അപ്പൊ ഞാൻ ഓർക്കും ഭയങ്കര. അപ്പൊ അങ്ങനെ വിചാരിച്ചൊരു വ്യക്തിയാണ് ഞാൻ. ഡെഫിനറ്റ്ലി മറ്റുള്ള ആർട്ടിസ്റ്റുകൾ ചെയ്തപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ എന്നെ തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ വേറെ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ചേച്ചിക്ക് ഒരു മലയാള സിനിമയിൽ ഒരു 10 കോടി രൂപ റെമ്യൂണറേഷൻ പറയുക ഒരു ക്യാരക്ടറിന് വേണ്ടിയിട്ട്. പക്ഷെ ആ ക്യാരക്ടർ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ചേച്ചിയുടെ കംപ്ലീറ്റ് റെപ്യൂട്ടേഷൻ പോകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഒരു ക്യാരക്ടർ വരുവാണെന്നുണ്ടെങ്കിൽ ഓക്കെ ഞാൻ ചെയ്യുക, എന്നിട്ട് ഇനി പരിപാടി ഒതുക്കുക എന്നുള്ള രീതിയിൽ ചെയ്യുമോ അതോ അത് നിരസിക്കുവോ? പൈസ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ് ജീവിതത്തിൽ. എല്ലാവർക്കും പൈസ ഇമ്പോർട്ടന്റ് ആണ്. എനിക്കും പൈസ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ പൈസ മാത്രമല്ല നമുക്ക് ഇമ്പോർട്ടൻസ്. എനിക്ക് പൈസയുടെ മുകളിൽ നിൽക്കുന്ന വേറെ കുറെ കാര്യങ്ങളുണ്ട്. പൈസ എനിക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ പൈസയ്ക്ക് മുകളിൽ നിൽക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ എൻ്റെ ഫാമിലി വരും, എൻ്റെ മക്കള് വരും, ഒരുപാട് കാര്യങ്ങൾ. അപ്പം ഞാനൊരു പൈസയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ട് എൻ്റെ കുട്ടികൾക്ക് തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട ഒരു അവസ്ഥ വരുവാണെങ്കിൽ പിന്നെ ആ പൈസ കൊണ്ട് എന്താണ് പ്രയോജനം? ഇല്ലേ? അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് 2 മക്കളുണ്ട്, ഒരു മോളും മോനും ഉണ്ട്. അപ്പം എൻ്റെ ഒരു ആഗ്രഹം അല്ലെങ്കിൽ എൻ്റെ ഒരു തീരുമാനം, പറയുന്നവർ പറയും, പക്ഷെ ഞാൻ എന്ത് ചെയ്താലും കുറ്റം പറയുന്നവരുണ്ടാവുമല്ലോ. ഞാനെന്നല്ല, ഏത് വ്യക്തിയാണെങ്കിലും, എസ്പെഷ്യലി ആർട്ടിസ്റ്റുകൾക്ക് കുറ്റം കേൾക്കേണ്ട വരാറുണ്ട്. അത് ഞാൻ ബോധർ ചെയ്യുന്നില്ല, അത് പറഞ്ഞോട്ടെ. പക്ഷെ റിയാലിറ്റിയിൽ വിത്ത് പ്രൂഫ് ദേ നിങ്ങളുടെ അമ്മ ഇങ്ങനെയല്ലേ എന്ന് പറഞ്ഞിട്ടൊരു സാധനം എൻ്റെ കയ്യിൽ നിന്ന് വരരുതെന്ന് എനിക്ക് 100% നിർബന്ധമുണ്ട്. അതുകൊണ്ട് പൈസ എത്ര തന്നാലും എൻ്റെ മക്കൾക്കോ എൻ്റെ പേരിനോ എൻ്റെ ഫാമിലിയുടെ പേരിനോ, എൻ്റെ പേരൻസിന്, അച്ഛനിപ്പില്ല, മരിച്ചാലും അച്ഛൻ്റെ പേരുണ്ടല്ലോ, അച്ഛനും അമ്മയ്ക്കോ എൻ്റെ ആങ്ങളയ്ക്കോ എൻ്റെ ഫാമിലിയിലുള്ള ആർക്കാണെങ്കിലും എന്നെ കൊണ്ടൊരു വൃത്തികേട് ഉണ്ടാവരുതെന്ന് നിർബന്ധമുണ്ട്. പൈസക്കല്ല ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞ് പൈസ ചോദിച്ചു വാങ്ങിക്കില്ല എന്നില്ല. പൈസ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടല്ലോ, ഒരു സിനിമ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഒരു ഇത് ഡബ് ചെയ്യുമ്പോഴോ നമ്മൾ ഇത്ര രൂപയാണ് വാങ്ങിക്കുന്നത് എന്ന് നമ്മുടെ മനസ്സിലുണ്ടല്ലോ. അത് സംസാരിക്കും. ചിലപ്പോൾ അതിൽ നിന്ന് നമ്മൾ ചില സന്ദർഭങ്ങളിൽ നമ്മൾ അതിൽ നിന്നൊക്കെ ചിലപ്പോൾ കുറച്ചൊക്കെ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്, ചെയ്യുന്നുമുണ്ട്. അതിലൊന്നും അങ്ങനെ പിടിവാശിക്കാരിയല്ല. പക്ഷെ നമ്മൾക്ക് ശമ്പളം വേണ്ടേ, അത് നമുക്ക് വാങ്ങിക്കുന്നുണ്ട്. നെക്സ്റ്റ് ചോദിക്കാൻ വന്നതും ഈ സാലറി റിലേറ്റഡ് ആണ്. ഒരു സിനിമയ്ക്ക് വിളിക്കുകയാണ്, ഗംഭീര സ്ക്രിപ്റ്റ്, ഗംഭീര ക്യാരക്ടർ, പക്ഷെ അവർ പറയുന്നു പേയ്മെന്റ് തരാൻ പറ്റില്ല, നമ്മളതിൽ പേയ്മെന്റ് ഇല്ല, ചെയ്യും. ഗംഭീര ക്യാരക്ടർ, ഗംഭീര സ്ക്രിപ്റ്റ്, അതുകൊണ്ട് എനിക്ക് ജീവിതത്തിൽ എന്തെങ്കിലും ഗുണം, നേരത്തെ പറഞ്ഞ സംഭവമല്ല, ഉണ്ടാവും എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി പൈസയേക്കാൾ ഉറപ്പായും ചെയ്യും. ഈ പറഞ്ഞ ക്ലോസ് ഉണ്ട്. ഗംഭീര സ്ക്രിപ്റ്റ്, ഗംഭീര ക്യാരക്ടർ, അങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ട്. പൈസ കുറച്ച് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അത് ആ ക്യാരക്ടർ നന്നായിട്ടും അല്ലെങ്കിൽ ചിലപ്പോൾ ചില ബന്ധങ്ങളുടെ പുറത്തും അങ്ങനെ ചെയ്തിട്ടുണ്ട്. പൈസ വാങ്ങിക്കാതെ ചെയ്തിട്ടില്ല, പൈസ കുറച്ച് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ഒരു ചോദ്യം കൂടി ചോദിച്ചിട്ട് സെഗ്മെന്റ് തീർക്കാം. ചേച്ചിക്ക് സിനിമയിൽ എന്തെങ്കിലും ഇതുപോലെ മോശം അനുഭവം ഉണ്ടായിട്ടോ? ഇപ്പൊ റീസെന്റ് ഒരു ഇൻസിഡന്റ് ഇപ്പൊ നടന്നു, അതുപോലെ ഒരു ഇൻസിഡന്റ് ആണുങ്ങളിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടോ? എനിക്ക് ഈ നിമിഷം വരെ ഒരു മോശം അനുഭവവും സിനിമയിൽ നിന്ന് ഉണ്ടായിട്ടില്ല. ഇനി മറ്റുള്ളവരുടെ കാര്യം എനിക്ക് അറിയില്ല എങ്ങനെയാന്ന്. പക്ഷെ ആരും എന്നോട് മോശമായി പെരുമാറുകയോ അങ്ങനത്തെ സന്ദർഭങ്ങൾ ഉണ്ടാവുകയോ ഞാനായിട്ട് ഉണ്ടാക്കുകയോ ചെയ്തിട്ടില്ല. നമ്മൾ പോകുന്നു, അഭിനയിക്കുന്നു, പറയുന്ന പണി ചെയ്യുന്നു, തിരിച്ച് വീട്ടിലേക്കോ റൂമിലേക്കോ പോകുന്നു, അടച്ച് അതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നു. എനിക്ക് അതിനപ്പുറത്തേക്കുള്ള ബന്ധങ്ങളും ഇല്ല സിനിമയിൽ. ഇപ്പൊ സിനിമയിൽ എൻ്റെ കൂടെ വർക്ക് ചെയ്ത എല്ലാവർക്കും അറിയാം, എനിക്ക് സിനിമ കഴിഞ്ഞാൽ ആരുമായിട്ട് ഒരു കോണ്ടാക്ട്, ഒരു പേഴ്സണൽ കോണ്ടാക്ട് ഇല്ല, ഫ്രണ്ട്ഷിപ്പ് ഇല്ല. സിനിമയിൽ എനിക്ക് ഫ്രണ്ട്സ് ഇല്ല, കൊളീഗ്സ് ഉള്ളി കൊളീഗ്സ്. പുറത്തും എനിക്ക് ഫ്രണ്ട്സ് കുറവാണ് പറയുവാണെങ്കിൽ, ഉണ്ടില്ലെന്നല്ല, പക്ഷെ വളരെ കുറവാണ്. അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് അങ്ങനെ ഒരു പാർട്ടി ഫ്രീക്കൊന്നും അല്ല ഞാൻ. അപ്പൊ അതുകൊണ്ട് എനിക്ക് അതുകൊണ്ട് പ്രശ്നം ഉണ്ടാവണമെന്നില്ല കേട്ടോ, വളച്ചൊടിക്കരുത്. ഞാനത് എന്റെ കാര്യം പറഞ്ഞതാ. അല്ല, നമ്മൾ എന്ത് പറഞ്ഞാലും വളഞ്ഞൊടിഞ്ഞു വരുവേ. അപ്പം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. അത് വളരെ അൺഫോർച്ചുനേറ്റ് ആണ്. ദൈവാനുഗ്രഹം കൊണ്ടും
എന്റെ ഭാഗ്യം കൊണ്ടും എനിക്ക് ഇതുവരെ അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. ഉണ്ടായിട്ടില്ല. ഓക്കെ, ഇനിയും പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരിക്കട്ടെ. അതെ അതെ തീർച്ചയായിട്ടും. അപ്പോൾ ചേച്ചി താങ്ക് യു സോ മച്ച് സിനിമാ കമ്പനിയിലേക്ക് വന്നതിന്. മോഹിനിയാട്ടം എന്ന് പറയുന്ന സിനിമ ഭയങ്കര ഒരു ഗംഭീര സക്സസ് ആവട്ടെ, ചേച്ചിക്ക് ഒരു ബ്രേക്ക് ആവട്ടെ, ഇനി കൈ നിറയെ സിനിമകൾ ഇനിയും കിട്ടട്ടെ. അതെ. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പൊ മോഹിനിയാട്ടം എല്ലാരും പോയി കാണുക. April 10th തിയേറ്റർ റിലീസാണ്. ഭരതനാട്യം തിയേറ്ററിൽ കാണാതെ OTT കണ്ടിട്ട് എല്ലാരും പറഞ്ഞു അടിപൊളി പടമായിരുന്നു എന്ന്. പക്ഷെ OTT കണ്ടിട്ട് ആയിപ്പോയി പറഞ്ഞത്. അതെ അതെ. പക്ഷെ മോഹിനിയാട്ടം അങ്ങനെയല്ല, ഒരു തിയേറ്റർ വാച്ച് തന്നെയാണ്. അങ്ങനെയാണ് ആ പടം ചെയ്തേക്കുന്നതും. അപ്പം ഡെഫിനറ്റ്ലി എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക. ഉറപ്പായും കാണും. ഇനി ഞങ്ങൾക്ക് ഒരു സീക്വൽ, അടുത്തത് ഒരു തേർഡ് പാർട്ടും കൂടെ ചെയ്യണമെന്ന് ഡയറക്ടർക്ക് തോന്നിയാലോ?